നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നതിൽ ചിലർ ഒരു വലിയ സ്റ്റേജിൽ ഒരുത്തൻ എഴുന്നേറ്റ് നിന്നിട്ട് ഈജിപ്ത്യൻ പണ്ഡിതനാണെന്ന പേര് പറഞ്ഞു കൊണ്ടുവന്നതാണ്. ഞാൻ ആ സദസ്സിലുണ്ട്. വളരെ വേദനയോടുകൂടെ പറയട്ടെ, 1 മണിക്കൂറിലധികം ആ മനുഷ്യൻ അറബിയിൽ പ്രസംഗിച്ചു. ആ പ്രസംഗം മുഴുവനും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പരിഭാഷകൻ എന്തോ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മുത്തു റസൂലുള്ളാഹി തങ്ങൾ അവ്വൽ ഖൽഖാണ്, ആദ്യത്തെ സൃഷ്ടിയാണെന്നതിൽ മുസ്ലിം ലോകത്തിന് രണ്ടഭിപ്രായമില്ല. അതിൽ രണ്ടഭിപ്രായം പറഞ്ഞൊരു ഇമാമിനെ കാണാൻ സാധ്യമല്ല. അത് ശരിയല്ല. മുത്തുനബിന്റെ നൂറ് അങ്ങനെ ആദ്യത്തെ സൃഷ്ടിയല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിന്റെ മൗലിദിന്റെ സദസ്സിൽ 1 മണിക്കൂർ സുന്നി സ്റ്റേജിൽ പ്രസംഗിക്കുന്നു. അതിനെ എതിർക്കുന്നത് ഞാനവിടെ കണ്ടില്ല. ആ സദസ്സല്ലേ ലഅനത്തിറങ്ങുന്ന സദസ്സ്, ആ സദസ്സല്ലേ ശിക്ഷിക്കപ്പെടുന്ന സദസ്സ്. ഏതു പേരിൽ സംഘടിപ്പിച്ചോ? മുത്തു റസൂലുള്ളാഹിന്റെ നൂറംഗ താവൂസിങ് ബദാ ഖബ്ല അദ്ദഹർ ഫി ദുർറത്തിൻ ബൈളാ ഫി അസ്ഫസ്സുവർ. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പാടിയവര് മുഴുവനും പറഞ്ഞവര് മുഴുവനും അങ്ങനെയല്ലേ പറഞ്ഞത്? ഇബ്നു അദർ തങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദിന്റെ സദസ്സിൽ നിന്ന് എത്രയാണ് നമ്മളൊക്കെ കേട്ടത്? ആദ്യത്തെ സൃഷ്ടി മുത്തുനബിയാണ്. ആദ്യത്തെ നൂറ് എന്ന് പറഞ്ഞാൽ നൂറെന്ന് പേരുള്ള ആത്മാവ്, അന്നൂറുൽ മുഹമ്മദി, യാനി റൂഹൽ മുഹമ്മദി. ഇതാണ് റഈസുൽ ഉലമയുടെ കിതാബിൽ എഴുതിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂർ